ഹായ് അസ്സലാമു അലൈക്കും. നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ കുപ്പയിലെ മാണിക്യം വെച്ചിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള നല്ലൊരു ഐറ്റം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടിട്ട് വന്നാലോ. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഡേറ്റ് സീഡ് വെച്ചിട്ട് നല്ലൊരു കോഫി പൗഡറാണ്. ഡേറ്റ് സീഡ് എന്ന് വെച്ചാൽ ഒരുപാട് നമുക്ക് ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഐറ്റമാണ്. എന്നാൽ നമുക്ക് കേരളീയർക്ക് മിക്കവാർക്കും ഇതിൻ്റെ ഗുണങ്ങളൊന്നും അറിയത്തില്ല. അതുപോലെ തന്നെ ഈ ഡേറ്റ് സീഡ് പൗഡർ നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാനൊക്കെ കിട്ടും, നല്ല വിലയാണ്. അതേ പൗഡർ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. കാരണം നമ്മളെല്ലാവരും ഈത്തപ്പഴം വാങ്ങിക്കുന്നവരാണല്ലേ. അതിൻ്റെ ഓരോ ദിവസം കഴിക്കുന്ന ഈത്തപ്പഴത്തിൻ്റെ കുരു ഒരുമിച്ച് ഇട്ട് വെച്ചിരുന്നാൽ തന്നെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒന്ന് ഉണക്കിയെടുത്തിട്ടുള്ള ഈത്തപ്പഴത്തിൻ്റെ കുരുവാണ് കേട്ടോ. നല്ലതുപോലെ 2-3 വെള്ളം വെള്ളത്തിൽ 5 മിനിറ്റ് കുതിർത്തിട്ടിരുന്ന ശേഷം കഴുകി എടുക്കണം. കഴുകി അതിൻ്റെ ആ ഒരു പാടയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ഉണക്കിയെടുക്കണേ. ഇനി ഇത് നമുക്കൊരു ഫ്രൈ പാനകത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഓവനുള്ളവരാണെങ്കിൽ ഓവനകത്ത് വെച്ച് റോസ്റ്റ് ചെയ്താലും മതി. ഇപ്പം ഞാൻ എല്ലാവർക്കും ഓവനൊന്നും കാണത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഫ്രൈ പാനകത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പം നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. കണ്ടറിയാം, ഇങ്ങനെ നന്നായിട്ട് ഇതുപോലെ കറുത്തൊക്കെ വരും. നമുക്കൊരു കോഫിയുടെ മണവും വരും. ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഇനി ഈത്തപ്പഴക്കുരു നേരിട്ട് ജാറിലിട്ട് ഇടിച്ചാൽ മിക്സിക്ക് എന്തെങ്കിലും കുഴപ്പം വരുമെന്ന് സംശയമുള്ളവരുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഇടികല്ലിലിട്ടിട്ട് അതൊന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇടിച്ചെടുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഇടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഈ ഈത്തപ്പഴക്കുരുവിനകത്ത് ധാരാളം ആൻറ്റി ഓക്സിഡൻസും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡൈജഷന് എളുപ്പമാക്കാൻ സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ ഷുഗർ, കൊളസ്ട്രോള് ഇതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്നവരിൽ ഹാർട്ട് ഡിസീസ്, ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരാൻ ചാൻസ് വളരെ കുറവാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ദേഹമൊക്കെ പൊള്ളിയോ തീപ്പൊള്ളലൊക്കെ ഏൽക്കുകയാണെങ്കിൽ ഈത്തപ്പഴക്കുരുവിൻ്റെ പൊടി ശകല എണ്ണയ്ക്കകത്ത് ചേർത്ത് നമുക്കവിടെ തേച്ച് കൊടുത്താൽ അതിന് നല്ലൊരു ഔഷധമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിതിനെപ്പറ്റി എന്തെങ്കിലും സംശയമുള്ളവർക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ അറിയാനൊക്കെ കേട്ടോ. നന്നായിട്ട് വിശദമായിട്ട് അതിൽ എല്ലാം കൊടുത്തേപ്പുണ്ട്. അപ്പം പിന്നെ മെയിനായിട്ടുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ കഫീൻ ഒട്ടും തന്നെ അടങ്ങിയിട്ടില്ലാത്ത ഒരു കാപ്പിപ്പൊടിയാണ് കേട്ടോ. കാരണം നമ്മൾ കാപ്പിക്കുരു കൊണ്ടുണ്ടാക്കുന്ന ആ ഒരു കാപ്പിപ്പൊടിയുടെ അതേ മണവും അതേ ടേസ്റ്റുമാണ്, ഒരു വ്യത്യാസവും ഇല്ല. നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും കേട്ടോ. യഥാർത്ഥ കാപ്പിപ്പൊടിയാണോ എന്ന് തന്നെ നമുക്ക് ആർക്കും മനസ്സിലാകത്തില്ല. അതേ സെയിം ടേസ്റ്റുമാണ്, സെയിം മണവുമാണ്. അപ്പം ഇത് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അങ്ങ് പൊടിച്ചെടുക്കണം കേട്ടോ. പൊടിച്ചെടുത്തിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ കാപ്പിപ്പൊടി ആകുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഇട്ടാൽ തന്നെ നല്ല കാപ്പിക്ക് അത്രയും മതിയാവും. പക്ഷേ ഈ പൊടി ചേർക്കുമ്പോഴെന്ന് വെച്ചാൽ കുറച്ചുകൂടി അധികം ചേർക്കണം കേട്ടോ. എന്നാലേ മാത്രം ആ ഒരു കറക്റ്റ് കളറൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്ത് ഇട്ട് വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കോഫി ഉണ്ടാക്കാം. കോഫി മാത്രമല്ല, നമ്മൾ സ്മൂത്തീസും അതുപോലെ തന്നെ പുഡിങ്ങും ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ചേർക്കാം കേട്ടോ. കേക്ക് ഉണ്ടാക്കുമ്പോഴും ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊന്ന് കോഫി ഉണ്ടാക്കി കാണിച്ചു തരാം. ഇങ്ങനെ ബ്ലാക്ക് കോഫി മാത്രമല്ല, നമുക്ക് പാലൊഴിച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ കഫീൻ്റെ അളവ് ഒട്ടും തന്നെ ഇല്ലാത്തതിനെ കൊണ്ട് ആർക്ക് വേണേലും ഇത് കുടിക്കാൻ പറ്റും. ഇപ്പം ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഒരു കുഴപ്പമില്ല. അപ്പം കഫീൻ്റെ അളവ് ഒട്ടുമില്ല. കുട്ടികൾക്ക് കൊടുക്കാനായാലും എല്ലാം നല്ലതാണ്. അപ്പം ഇനി ഈത്തപ്പഴത്തിൻ്റെ കുരു ഇങ്ങനെ കിട്ടുമ്പോൾ വലിച്ചെറിഞ്ഞ് കളയാതെ എല്ലാവരും എന്തായാലും ഇങ്ങനെ ഇട്ട് വെച്ചിരുന്ന് ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടാലോ. അപ്പം നമ്മുടെ ബ്ലാക്ക് കോഫി ഇവിടെ റെഡിയാണ് കേട്ടോ. ഒരു ടേസ്റ്റിലും മണത്തിലും ഒന്നും ഒരു വ്യത്യാസമില്ല. നമുക്ക് ഗസ്റ്റുകളൊക്കെ വേണമെങ്കിൽ ഇത് ഇട്ട് കൊടുത്തിട്ട് അതിശയപ്പെടുത്താം കേട്ടോ. സെയിം നമ്മുടെ കോഫിയുടെ ടേസ്റ്റും മണമാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.